സാറേ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ പ്രധാന പ്രചരണ ആയുധമായിരുന്നതാണ് ഭരണഘടന. ഭരണഘടന സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ ഇപ്പോൾ കോൺഗ്രസ് ആണ് കർണാടകയിൽ ഈ ഭരണഘടന ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് മറ്റാരുമല്ല, ശിവകുമാറാണ്, അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംവരണം നടപ്പിലാക്കാനാണ്, ഇത്തരം പ്രവൃത്തിയിലേക്ക് കടക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. ഇതെങ്ങോട്ടാണ് കോൺഗ്രസിന്റെ പോക്ക്? അല്ല, അവിടെ ഈ സിദ്ധരാമയ്യ ശിവകുമാർ തമ്മിൽ വലിയ തർക്കം നടക്കുന്ന സ്ഥലമാണ്. ശിവകുമാർ മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ആളാണ്. മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ചിട്ട് പിന്നെ അയാൾ പിന്മാറരുത്. അന്ന് മുതലേ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇതിനകത്ത് ഇതുപോലത്തെ ഐറ്റങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പം കരാർ എന്നൊക്കെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ വ്യക്തിപരമായ മറ്റഭിപ്രായമുള്ള ആളാണ്. ഭയങ്കരമായ പ്രൊഫഷണൽ രംഗം, ഇപ്പോൾ ഡോക്ടർമാർ അങ്ങനെ തുടങ്ങിയ പ്രൊഫഷണൽ രംഗം, എഞ്ചിനീയർമാർ, പാലം കെട്ടുന്ന അങ്ങനെയൊക്കെയുള്ള എഞ്ചിനീയർമാർ, പിന്നെ കരാറുകാർ, ഇവരൊക്കെ നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകളാണ്. അവിടെ നമ്മൾ എന്ത് കൊണ്ടുവന്നല്ല പരീക്ഷിക്കേണ്ടത്? ഇത്തരം പരീക്ഷണങ്ങൾ നടത്തരുത്. ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വെച്ചുള്ള പരീക്ഷണം എങ്ങും എത്തില്ല. നമ്മുടെ രാഷ്ട്രം എങ്ങും എത്തത്തില്ല. അപ്പോൾ ആ രീതി പിന്നെ ഭരണഘടന ഭേദഗതി കൂടിയാണ് അവരിപ്പോൾ പറയുന്നത്. യാതൊരു സെൻസും ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സിലായി? രാജ്യത്ത് അങ്ങനെ സംവരണം ചെയ്യാൻ പറ്റും. ഒരു സമുദായത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ജാതിക്ക് വേണ്ടി കരാറുകാർക്ക് കൊടുക്കുമ്പോൾ അതിൽ 4%, 5%, ഇന്ന സമുദായത്തിന് വേണ്ടി 10%. ഇപ്പോൾ നാളെ SC/ST പറയും ഞങ്ങൾക്ക് വേണം 5%, ഉടനെ പിന്നോക്കക്കാർ, മറ്റ് പിന്നോക്കക്കാർ വന്നു, OBC വന്നു. അങ്ങനെ പറയാൻ പറ്റുമോ? ഏറ്റവും നല്ല പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്ക് കൊടുത്ത് വർക്ക് ചെയ്യണം. നമുക്ക് വേണ്ട എന്താണ്? വർക്കല്ലേ? അല്ല, കുറച്ച് നാളുകളായി തന്നെ നാം കാണുന്നുണ്ടല്ലോ ഈ മുസ്ലിം പ്രീണനോ ന്യൂനപക്ഷ അതെ, അതെന്ന് വെച്ചാൽ വലിയ രീതിയിൽ അവർക്ക് തിരിച്ചടിയായിട്ട് എന്താണ് അവർ തിരിച്ചടിയാവുമെന്ന് മാത്രമല്ല, പലപ്പോഴും കോൺഗ്രസിന് അത് ഉപദ്രവമായിട്ടുണ്ട്. ഈ മത കാർഡ് ഇറക്കുന്നത് ഒരിക്കലും സക്സസ് ആവുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പുറത്തെ ആൾ കൂടുന്നത്? ഒരു ന്യൂനപക്ഷത്തിനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്ത് പ്രീണനം നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭൂരിപക്ഷം കൺസോളിഡേറ്റ് ചെയ്യപ്പെടും. അതിലെ രാഷ്ട്രീയം അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ബാലൻസ് ചെയ്ത് പോണ്ടേ? അപ്പോൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്കറിയില്ല. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ശിവകുമാറിൻ്റെ ഒരു പരിപാടിയായത് മനസ്സിലായില്ല. ഇതാണ് ഞാനീ പറഞ്ഞില്ലേ, പൊളിറ്റിക്സിൽ കിട്ടാതെ വരുമ്പോൾ കുറേ ഗിമ്മിക് പരിപാടികൾ കാണിക്കും. അതിലൊരു പരിപാടിയായത്. അതുകൊണ്ട് അവിടെ നല്ല എതിർപ്പാണ്. സിദ്ധരാമയ്യ സർക്കാരിനെ വിവാദത്തിൽ നിർത്തുക, അതെ, തർക്കത്തിൽ നിർത്തുക, വിവാദത്തിൽ നിർത്തുക. അപ്പം ഇനിയിപ്പോൾ അവിടെ ഈ ന്യൂനപക്ഷത്തെയും കൂടെ കയ്യിലെടുത്തുകൊണ്ട് ഇനി സംശയം തന്നെ അവിടെ എത്ര ന്യൂനപക്ഷ MLA-മാരുണ്ടെന്നുള്ളത് നോക്കണം. ഇനി അവരുടെ ഒരു സപ്പോർട്ടാണോ? ഇതെന്താണ് ഇതിൻ്റെ പിന്നിലെന്നറിയില്ല. എന്നിട്ട് ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നും പറയുന്നു പുള്ളി. അതുകൊണ്ടാണ് പാർലമെന്റിലേക്ക് വിഷയം വന്നിരിക്കുന്നത്. അറിയാവുന്നതാണ്, ഈ ചെറിയ ഭരണഘടനയുടെ ഒരു ചെറിയ കോപ്പിയും കൊണ്ടാണ് നടക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ തന്നെ ആവശ്യപ്പെടുകയാണ് ഭേദഗതി ചെയ്യണം, ഇത്തരത്തിലുള്ള ഭേദഗതി ചെയ്യണം. നമ്മൾ ഒരു വശത്ത് മതേതരത്വം പറയുകയും മറുവശത്ത് മതത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറഞ്ഞുള്ള ഭരണഘടനയാണ്. നമ്മൾ ഭരണഘടന വിരുദ്ധമായിട്ട് സംസാരിക്കുന്നതല്ല. കുന്തവും കുടച്ചോപ്പുറവും എന്ന് പറഞ്ഞ് നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നതല്ല. ഞാൻ അങ്ങനെ വ്യാഖ്യാനിച്ചുള്ളായിരുന്നു. ചാനലിൽ വന്ന് പറഞ്ഞു എന്ന് പറയരുത്. എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഭരണഘടന വായിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് പറയുന്നു മതത്തിലെ സ്വാതന്ത്ര്യമുണ്ട്, മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മതവിദ്വേഷം ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്, മതസംഘർഷം ഒഴിച്ച് ഇന്ത്യക്കാർക്ക് അനുവദിച്ചിട്ടുണ്ട്. വേറൊരു പേജിൽ പറയുന്നത് മതേതരത്വം. ഇന്ദിരാഗാന്ധി 75-ൽ ഭരണഘടന ഭേദഗതിയായിട്ട് കൊണ്ടുവന്നതാണ്. ഏറ്റവും കൂടുതൽ ഭരണഘടനയ്ക്ക് മേൽ കത്തിവെച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി കോൺഗ്രസും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ചുമ്മാ എന്തെങ്കിലും അവിടെ ഇവിടെ എഴുതി വെച്ചതുകൊണ്ട് ഈ രാജ്യത്തുള്ള നടക്കും. സോഷ്യലിസവും ജനാധിപത്യവും കൂടെ ഒന്നിച്ചു പോകുമോ? അബദ്ധ പഞ്ചാംഗമാണ്. ഇനി ഭരണഘടന അബദ്ധ പഞ്ചാംഗം ഒന്ന് ടൈറ്റിൽ കൊടുത്തുള്ളരുത്, ഞാൻ ജയിലിൽ പോകും. എന്താണെന്നറിയാമോ? പക്ഷെ ആലോചിച്ച് നോക്കും നിങ്ങൾ, സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ? പൊതു സ്വത്താണ്, സ്വകാര്യ സ്വത്തില്ല സോഷ്യലിസത്തിൽ. ഈ കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ പലയിടത്തും ഈ സംഘടനാപരമായി തകരാനുള്ള കാരണം ഈ ന്യൂനപക്ഷ പ്രീണനമാണ്. ഈ രാഷ്ട്രീയം കളിക്കുന്നുണ്ടതാണ്. കാരണം ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഈ പാർട്ടി ഇല്ല. ഈ രാഷ്ട്രീയം അഴിമതി ഭയങ്കര പ്രശ്നമായിരുന്നു. 2G സ്പെക്ട്രം ആദ്യം ഇതെന്നൊക്കെ പറഞ്ഞ് ജനത്തിന് പൊറുക്കാവുന്നതിനേക്കാൾ വലിയ അഴിമതിയല്ലേ നടത്തിയത് ഒരു കാലഘട്ടത്തിൽ. കുംഭകോണം, ബൊഫോഴ്സ് കുംഭകോണം എന്നൊക്കെ പറഞ്ഞ് വലിയ അഴിമതിയല്ലേ നടത്തിയത് കോൺഗ്രസ്. അപ്പോൾ വലിയ ഒരു ഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞു, ഒരു ഘട്ടത്തിൽ വലിയ അഴിമതി നടത്തിയത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അഴിമതിയുടെ പ്രശ്നങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള പരിപാടികളുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് പോകുന്നത് എങ്ങനെയാണ്? ജനാധിപത്യത്തിൽ അതൊക്കെ ഒന്നിച്ച് പോകാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സോഷ്യലിസവും ജനാധിപത്യവും കൂടെ ഒന്നിച്ച് പോകത്തില്ല. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അധികാരവും മറ്റു കാര്യങ്ങളാണ്. സോഷ്യലിസം സ്വകാര്യ സ്വത്തൊക്കെ വേണം, അധികാരമൊക്കെ വേണം, ജനങ്ങൾക്ക് സമ്പത്ത് വേണം ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ. സോഷ്യലിസത്തിൽ അതില്ല. കേന്ദ്രീകരണ അധികാരമാണ്, കേന്ദ്രീകരണ സ്വഭാവമാണ്. പിന്നെ നമുക്ക് നെഹ്റുവിൻ സോഷ്യലിസം, ഗാന്ധിയൻ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് നമുക്ക്
ആളുകളുടെ ഇടയിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഐഡിയോളജിക്കൽ ഡിബേറ്റ് ഉണ്ടാക്കി ആളുകളെ സ്വപ്നലോകത്ത് നിർത്താം. സ്വർഗം ശരിക്ക് എല്ലാ മതസംഘടനയില്ല. ചില മതസംഘടനകൾ പറയും ഇവിടെ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന്, സ്വർഗം കിട്ടും, അവിടെ ചെന്ന ആളുകളെ കിട്ടുമെന്നൊക്കെ പറയണത് പറയൂല. അതുപോലെ ആണ് ഈ ചില രാഷ്ട്രീയ പാർട്ടികൾ പറയണത്. സോഷ്യലിസം വരും, കമ്മ്യൂണിസം വരും, എല്ലാം വരും. എന്ന്, എവിടെ, എപ്പോൾ? അപ്പോൾ അത് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എന്താ ഇത്തരത്തിലുള്ള ജാതി കാർഡ് ഇറക്കുക, മതത്തിൻ്റെ കാർഡ് ഇറക്കുക, അവരെ പ്രീണിപ്പിക്കുക, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക. ഒരു ഘട്ടത്തിൽ ക്രിസ്ത്യാനികളായിരുന്നു. നേരത്തെ ക്രിസ്ത്യാനികളേക്ക് ഇതുപോലെ പല കാര്യങ്ങൾ, പക്ഷേ ക്രിസ്ത്യാനികൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അവർ വേറൊരു രാഷ്ട്രീയത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക, മുസ്ലിങ്ങളെ ഉപദ്രവിക്കുക, ഓരോ വിഷയങ്ങൾ വരുമ്പോഴേ അവരെ കൺസോൾട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെ, മുസ്ലിങ്ങളെ കൺസോൾട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. കോൺഗ്രസ് മുൻപെല്ലാം അല്ലേ, മുൻപ് ദേശീയതയ്ക്ക് വേണ്ടിയാണ് കോൺഗ്രസ് ആണല്ലോ. മാത്രമല്ല എല്ലാവരും ഉൾക്കൊണ്ടൊക്കെ പോകുന്ന ഒരു സംവിധാനമായിരുന്നു. ദേശീയതയേക്കാൾ പ്രാധാന്യം നൽകുന്നത് ന്യൂനപക്ഷങ്ങൾക്കാണ്. ന്യൂനപക്ഷം എന്നുള്ള അർത്ഥമല്ല, അവരെ പരിഗണിക്കണം. അവർക്ക് ശരിക്കും അവരെ ഉയർത്തിക്കൊണ്ടുവരിക അല്ല ലക്ഷ്യം. നിങ്ങൾ മനസ്സിലാക്കുക, ന്യൂനപക്ഷത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൊടുക്കുക, അവർക്ക് മറ്റൊരുപാട് സൗകര്യങ്ങൾ കൊടുത്താണ് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ എന്താണ്, അവരെ ഒരു കോർണറിൽ നിർത്തി അവരെ പേരിൽ മറ്റൊരുപാട് കാര്യങ്ങൾ നടത്തുക. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല ന്യൂനപക്ഷത്തുള്ള സ്നേഹം കൊണ്ടാണോ? ഭയപ്പെടുത്തി നിർത്തുക, ഭയപ്പെടുത്തിയും നിങ്ങളെ ഇവര് കുഴപ്പമുണ്ടാക്കുന്ന ഒരു വശത്ത് ഭയപ്പെടുത്തുക, മോഹിപ്പിക്കുക, രണ്ടും കൊടുക്കും. ഭയവും കൊടുക്കും, മോഹവും കൊടുക്കും, കാര്യം കൊടുക്കൂല. മനസ്സിലായില്ലേ? പർട്ടിക്കുലർ ഹൈറ്റിന് മുകളിലോട്ട് മുന്തിരി കെട്ടിയിട്ട് താഴെ നിന്ന് കുരങ്ങൻ ചാടുന്ന കണ്ടിട്ടില്ലേ? പർട്ടിക്കുലർ ഹൈറ്റ് ആയാലേ അതിന് ചാടി പിടിക്കാൻ പറ്റുള്ളൂ, കിട്ടൂല. ഇങ്ങനെ നിൽക്കും അത്. അതുപോലെ ജനങ്ങളിങ്ങനെ, ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ പരിമിതിയാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായക്കാർ അവരൊരു ഭീതി കാണും, സ്വാഭാവികമായിട്ട് കാണുമല്ലോ. ആർക്കായാലും കാണും. ഒരു ഭൂരിപക്ഷം വേറെ ഒരു ഹിന്ദു വിഭാഗവുമായി ബന്ധമുള്ള ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി സംവിധാനം ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ മുസ്ലിങ്ങളാണ് നമുക്കിനി നാളെ എന്തെങ്കിലും കുഴപ്പം വരുമോ, ഒരു ഭയം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇത് കാണും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എണ്ണ ഒഴിച്ച് അതിനെ കത്തിച്ച്. എന്നാൽ യു പിയിൽ എന്നതില്ല. ഇപ്പോൾ ഈ സംവരണത്തിന് വേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്യണമെന്ന് അവിടുത്തെ ഉപമുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഭൂരിപക്ഷം അതല്ലേ, ഇത് ക്ലച്ച് പിടിക്കാത്ത എന്തുകൊണ്ടാണ്? അസംബ്ലി എന്തുകൊണ്ട് ഇത് പാസ്സാക്കി എടുക്കാൻ പറ്റാത്തത്? ഈ ഭരണഘടനാ ഭേദഗതി കാര്യങ്ങളൊക്കെ പുള്ളി ഒരു പ്രസ്താവനയായിട്ട് പറഞ്ഞതല്ലേ ഉള്ളൂ, പാർലമെന്റിൽ ബഹളം വന്നതല്ലേ ഉള്ളൂ. അപ്പം ഇതൊരു ഗുണകരമല്ല. ഇത് എപ്പോഴും BJPക്ക് കിട്ടിയ നല്ല വടി കോൺഗ്രസിന് അടിക്കാനല്ലേ? ഇത് നല്ല വടി കിട്ടിയിട്ടുണ്ട്. നല്ല കാര്യമുണ്ടോ? ഭരിക്കുന്ന പാർട്ടിയാണ് പാർലമെന്റിൽ കൂടുതൽ ഈ ശബ്ദമുയർത്തുന്നത്. ഇപ്പോൾ ഇതാ ഈ സംഭവം കൊണ്ട് ഇരു സഭകളും സ്തംഭിച്ചു, പാർലമെന്റിൽ ബഹളമായിട്ടുണ്ട്. അതെ, അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഈ ചില വിഷയങ്ങൾ എടുത്തിട്ട് ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രീണനം, ഭൂരിപക്ഷം, ഇനി ചില സ്ഥലത്താണെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ പ്രീണനം, ഇതെങ്ങനെ പറ്റും? ഭൂരിപക്ഷത്തിനെ പ്രീണിപ്പിക്കുന്നതിനാലും ജാതി പ്രീണനമാണ് അവിടെ ചെയ്യുന്നത്. മതപരമായ പ്രീണനം ഹിന്ദുമതത്തിനെ പ്രീണിപ്പിക്കലില്ല. ഹിന്ദുമതത്തിനകത്തുള്ള ജാതികളെ എന്ത് ചെയ്യും? ഓരോ ജാതികളെ നോക്കിയിട്ട് അതിലേത് ജാതിയാണോ പ്രീണിപ്പിക്കാം അവരെ പ്രീണിപ്പിക്കും. ഇത് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്, അല്ലാതെ ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ് അല്ല. ഇത് ഒരു വെൽഫെയർ പൊളിറ്റിക്സ് അല്ല. വെൽഫെയർ പൊളിറ്റിക്സ് വേറെയാണ്, ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ് വേറെയാണ്, പ്രീണന നയം വേറെയാണ്. പലതും പലതാണ്. നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്.